ഹലോ. തുടങ്ങട്ടെ? കട്ടാവുമ്പോ പറയണേ, റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. നമ്മളിന്ന് പഠിക്കാൻ എൻഡോക്രൈനോളജിയെ പറ്റിയാണ്. അപ്പൊ നമുക്കറിയാം കുറെ എൻഡോക്രൈനോളജി ഓർഗൻസിനെ പറ്റി. ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈറോയ്ഡ് ഗ്ലാൻഡ്, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്, പിനിയൽ ഗ്ലാൻഡ്, തൈമസ്, പാൻക്രിയാസ്, അഡ്രീനൽ ഗ്ലാൻഡ്, ടെസ്റ്റിസ് ആൻഡ് ഓവറീസ്. ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് മെയിനായിട്ട് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. കാണാമല്ലോ? ഹലോ, സൗണ്ട് വല്ലതും കേൾക്കണേ പറയണേ. അപ്പൊ ഹൈപ്പോതലാമസിൽ നമ്മുടെ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്തിട്ട് അത് സ്റ്റോർ ചെയ്യുന്നത് പിറ്റ്യൂട്ടറിയിലാണ്. പിറ്റ്യൂട്ടറിയിൽ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ട്, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ട്. അപ്പൊ ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ് നമ്മൾ അഡിനോ ഹൈപ്പോഫൈസിസ് നിന്നും, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി നമ്മൾ ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്നും പറയും. ആന്റീരിയർ പിറ്റ്യൂട്ടറി അറിയിക്കുന്ന കുറെ ഹോർമോൺസ് ആണ്. ഒന്ന് പ്രൊലാക്റ്റിൻ, ബ്രസ്റ്റിൽ പോയി ലാക്ടേഷൻ സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബോണിനും സോഫ്റ്റ് ടിഷ്യൂസിനും പോയി ഗ്രോത്തിനെ സഹായിക്കുന്ന ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ. TSH എന്ന് വെച്ചാൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അത് തൈറോയ്ഡിൽ പോയി തൈറോയ്ഡിൽ ആക്ട് ചെയ്ത് തൈറോയ്ഡ് ഹോർമോൺ സെക്രീറ്റ് ചെയ്ത് മെറ്റബോളിസത്തിനൊക്കെ സഹായിക്കുന്ന ഹോർമോണാണ് TSH. അടുത്താണ് CTH, അഡ്രിനോ കോർട്ടിക്കോട്രോഫിൻ ഹോർമോൺ. ആ പേരിട്ടുണ്ട്. അഡ്രിനലിന്റെ കോർട്ടക്സിൽ പോയി ആക്ട് ചെയ്തിട്ട് കോർട്ടിസോളും ആൻഡ്രോജൻസ് ഒക്കെ പോലത്തെ കോർട്ടക്സിലുള്ള ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് ACTH. അടുത്ത നമുക്കറിയാം LH ഉം FSH ഉം. അത് രണ്ടും നേരെ ഗൊണാഡ്സിലെ ടെസ്റ്റിസിൽ ഓവറിൽ പോയി ആക്ട് ചെയ്യുന്ന റീപ്രൊഡക്ഷൻ സഹായിക്കുന്ന ഹോർമോണാണ് ആന്റീരിയർ പിറ്റ്യൂട്ടറി. ഡൗട്ടില്ലല്ലോ? ഹലോ, കേക്കാമല്ലോ? ഹലോ. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണ് നമ്മുടെ ന്യൂറോ ഹൈപ്പോഫൈസിസ്. അതിനകത്ത് മെയിനായിട്ട് ഓക്സിറ്റോസിൻ യൂട്രസിനെ ആക്ട് ചെയ്യുന്നതാണ് ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അതേപോലെ ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ, വാസോ കിഡ്നിയിൽ പോയി വാട്ടർ സഹായിക്കുന്ന ഹോർമോണാണ് ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ. മെയിനായിട്ട് ഇത് രണ്ടുമാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്നത്. പിന്നെ ഇതിനെല്ലാം മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, പിറ്റ്യൂട്ടറി ആണ് ചെയ്യുന്നതിൽ അതിനെല്ലാം കൺട്രോൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഹോർമോണിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഹൈപ്പോതലാമസിൽ നിന്ന് ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ. എല്ലാത്തിന്റെയും കൂടെ റിലീസിങ് ചേർത്ത് കൊടുത്താൽ മതി. TSHനെ മുകളിൽ നിന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആളാണ് തൈറോയ്ഡ് ഹോർമോൺ. അതേപോലെ അഡ്രിനോ കോർട്ടിക്കോട്രോഫിൻ ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആളാണ് കോർട്ടിക്കോട്രോഫിൻ റിലീസിങ് ഹോർമോൺ, CRH. ഓക്കെ. LH-FSHനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് GnRH, ഗോണഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാം. പിന്നെ നമുക്ക് എൻഡോക്രൈനൽ ഡിസോർഡേഴ്സിനെ പറ്റി പറയണം. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പ്രൊലാക്റ്റിൻ കൂടുന്ന കുറച്ച് കണ്ടീഷനായ ഹൈപ്പർ പ്രൊലാക്റ്റിനീമിയ, പ്രൊലാക്റ്റിനോമ. കുറെ ഉണ്ട് കേട്ടോ, ഞാൻ ജസ്റ്റ് തൽക്കാലം കുറച്ച് പറഞ്ഞോളൂ. പിന്നെ നമുക്കറിയാം ഗ്രോത്ത് ഹോർമോൺ കൂടുന്ന കണ്ടീഷൻ. ഗ്രോത്ത് ഹോർമോൺ ഒരുപാട് കൂടി എപ്പിഫൈസിസ് ഫ്യൂഷന് മുന്നേ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ ജൈജാൻഡിസം ഒന്നും ശേഷം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആക്ടോമെഗാലി എന്ന് പറയും. ഓക്കെ. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന കോർട്ടിസോൾ. കോർട്ടിസോൾ കൂടുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ACTH വന്നിട്ട് അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് കോർട്ടിസോൾ റിലീസ് ചെയ്യും. ആ കോർട്ടിസോൾ കൂടുന്ന കണ്ടീഷനാണ് കുഷിംഗ് സിൻഡ്രോം. അതായത് കോർട്ടിസോൾ കുറയുന്ന കണ്ടീഷനാണ് അഡിസൺസ് ഡിസീസ്. ഓക്കെ. പിന്നെ ആന്റി ഡയൂററ്റിക് ഹോർമോൺ, അതുമായിട്ട് ബന്ധപ്പെട്ട സിൻഡ്രോം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ADH സെക്രീഷനും ഡയബറ്റിസ് ഇൻസിപ്പിഡസും. ചുമ്മാ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുവാണേ. പിന്നെ തൈറോയ്ഡ് സ്റ്റിമുലേറ്റീവ് ഹോർമോൺ കുറയുന്ന കണ്ടീഷനാണ് ഹൈപ്പർ തൈറോയിഡിസം. തൈറോയ്ഡ് സ്റ്റിമുലേറ്റീവ് ഹോർമോൺ കൂടുന്ന കണ്ടീഷനാണ് ഹൈപ്പർ തൈറോയിഡിസം. പിന്നെ അഡ്രിനൽ മെഡുല്ല, നമ്മൾ കോർട്ടക്സിലെ കാര്യം പറഞ്ഞല്ലോ, അഡ്രിനൽ മെഡുല്ലയിലെ ട്യൂമറാണ് ഫിയോസൈറ്റോമ. ഓക്കെ. ഇതിനകത്ത് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം SA ആണ് മെഡിസിൻ. ഓക്കെ. പിന്നെ കുഷിംഗ് സിൻഡ്രോം SA ആണെന്ന് കൊളാട്രൽ കൊടുത്തിട്ടുണ്ട്. അഡിസൺ ഡിസീസ് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഫിയോക്രോമോസൈറ്റോമ സർജറിയിൽ 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ വേറെ കുറെ അല്ലാത്തൊക്കെ ഉണ്ട്. പാരാതൈറോയ്ഡ് ഹോർമോൺ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ പാൻക്രിയാസിൽ നിന്ന് ഡയബറ്റിസ്, അങ്ങനെ വേറെ കുറെ കണ്ടീഷൻ. പിന്നെ ഒരു ടേമാണ് ഇൻസിഡന്റലോമ. ഇൻസിഡന്റൽ എന്ന് വെച്ചാൽ ആ പേരിൽ തന്നെ ഉണ്ട്. നമ്മളിപ്പോ അബ്ഡമനകത്ത് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സ്കാൻ ചെയ്തു, പെട്ടെന്ന് നമ്മളൊരു അഡ്രിനൽ ട്യൂമർ കണ്ടുപിടിച്ചു. അപ്പൊ അതിനാണ് ജസ്റ്റ് ഇൻസിഡന്റലോമ, ഇൻസിഡന്റൽ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ അതൊക്കെ അതിൽ നിന്ന് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് നമ്മൾ ഡയഗ്നോസ് എന്ത് കാരണം കൊണ്ടാണ് ഏത് ക്യാൻസർ ഒക്കെയാന്ന് കണ്ടുപിടിക്കും. അത് ചുമ്മാ ഇൻസിഡന്റലോമ. പിന്നെ ഒരുപാട് എൻഡോക്രൈൻ ഡിസോർഡേഴ്സ് ഒരുമിച്ച് വരുന്ന ഒരു കണ്ടീഷനാണ് മൾട്ടിപ്പിൾ എൻഡോക്രൈൻ നിയോപ്ലേസിയ. അത് 1, 2, 3 എന്നൊക്കെ പറഞ്ഞ ഒരു 3 ഒക്കെ ഉണ്ട്. നമുക്കിപ്പോ നമ്മൾ UG ലെവലിൽ വേണ്ട. ഓക്കെ. ചോദിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. ഹലോ, കേക്കാല്ലോ? ഇപ്പൊ പറഞ്ഞതിന്റെ ഒരു ജസ്റ്റ് സമ്മറിയാണ് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ഈ പിക്ചർ കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്ന അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഡിസോർഡർ ആണ്. അപ്പൊ അഡ്രിനൽ ഗ്ലാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ സുപ്രാറീനൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ അഡ്രിനൽ ഗ്ലാൻഡ്. അപ്പൊ അതിനൊരു കോർട്ടെക്സ് ഉണ്ട്, ഒരു മെഡുല്ല ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ പണ്ട് പഠിച്ച ഫിസിയോളജി പഠിച്ച
ഒന്ന് റിവൈസ് ചെയ്യാം. അഡ്രിനൽ കോർട്ടെക്സിന് 3 ലെയർ ഉണ്ട്. അഡ്രിനൽ കോർട്ടെക്സിന് ഏതൊക്കെയാ? പറ ഫിസിയോളജി. ഹലോ. GFR നമ്മൾ കോഡ് വെച്ച് പറയത്തില്ലേ? ഗ്ലോമർ മിനറലോ കോർട്ടിക്കോയിഡ് ആണ്. ആൽഡോസ്റ്റിറോണ് സോണ ഫാസിക്കുലേറ്റ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആണ്. കോർട്ടിസോളിനെ റിലീസ് ചെയ്യും. കോർട്ടിസോൾ, കോർട്ടിസോൺ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. സോണ റെറ്റിക്കുലാരിസ് നമ്മുടെ സെക്സ് ഹോർമോൺസ് ആയ ആൻഡ്രജൻസിനെയൊക്കെ സെക്രറ്റ് ചെയ്യും. ആദ്യത്തെ മിനറലോ കോർട്ടിക്കോയിഡ്, രണ്ടാമത്തെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്. ഓക്കെ, ഇതൊക്കെ ഈ ആൽഡോസ്റ്റിറോൺ ആയാലും കോർട്ടിസോൾ ആയാലും ആൻഡ്രജൻ ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നത് കൊളസ്ട്രോളിൽ നിന്ന്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. നമുക്ക് ഇനി അടുത്ത ടോപ്പിക്ക് വരുമ്പോൾ നമുക്ക് പറയും. കൊളസ്ട്രോളിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും അതേപോലെ ഈ സ്റ്റീറോയിഡുകളെല്ലാം ഉണ്ടാകുന്ന കൊളസ്ട്രോളിൽ നിന്നാണ് ഓർത്ത് വെച്ചേക്കണം. ഇത് കോർട്ടെക്സ്. പിന്നെ മെഡുല്ലേന്ന് അറിയാം. മെഡുല്ലേന്നാണ് നമ്മുടെ അഡ്രിനാലിനും നോറഡ്രിനാലിനൊക്കെ റിലീസ് ചെയ്യുന്നത്. അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന 2 ഹോർമോൺ ആണ് അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ. ആൽഡോസ്റ്റിറോണെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും സോൾട്ട് വാട്ടറിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആൽഡോസ്റ്റിറോണെ പറ്റി പറയുകയാണെങ്കിൽ ബോഡിയിൽ സോഡിയത്തിന്റെ അളവ് എല്ലാം കുറയുന്ന സമയത്ത് റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്ത് ആൽഡോസ്റ്റിറോൺ റിലീസ് ചെയ്യും. അപ്പം റാസ് വഴിയാണ് ആൽഡോസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യുന്നത് ഓർത്തോണം കേട്ടോ. ഓക്കെ, വേറെ കോർട്ടിസോളും ആൻഡ്രജനും അത് രണ്ടും സെക്രീറ്റ് ചെയ്യുന്ന ACTH വരുമ്പോഴാണ്. അതൊന്ന് ഓർത്ത് വെച്ചോക്കണേ. നമ്മുടെ പിറ്റ്യൂട്ടറിയിൽ നിന്ന് വന്നിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് കോർട്ടിസോൾ ആൻഡ്രജനും റിലീസ് ചെയ്യുന്നത്. വേറെ ആൽഡോസ്റ്റിറോൺ റിലീസ് ചെയ്യുന്നത് എപ്പോഴാ? ജസ്റ്റ് ചുമ്മാ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുക. പിന്നെ നമുക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ്. അഡ്രിനൽ ഗ്ലാൻഡ്, സൂപ്ര 2 അതിന്റെ ഷേപ്പ് സെയിം അല്ല കേട്ടോ. രണ്ടും ഡിഫറെന്റ് ഷേപ്പ് ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. പറഞ്ഞ കോർട്ടെക്സ് ഉണ്ട്, മെഡുല്ല ഉണ്ട്. ആ കോർട്ടെക്സിനകത്ത് 3 ലെയർ ഉണ്ട്. ആ 3 ലെയറിന്റെ ഫംഗ്ഷൻ കഴിഞ്ഞു. പിന്നെ നമ്മൾ പണ്ടോട്ട് പഠിക്കുന്ന ഒരു ആക്സിസ് ആണ് ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി അഡ്രിനൽ ആക്സിസ്, HP ആക്സിസ് എന്ന് വെച്ചാൽ ആദ്യമേ ഞാൻ നേരത്തെ പറഞ്ഞു. ഹൈപ്പോതലാമസിൽ നിന്ന് കോർട്ടിക്കോട്രോഫിൻ റിലീസിങ് ഹോർമോൺ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലോട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പം ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് അഡ്രിനോ കോർട്ടിക്കോട്രോഫിൻ ഹോർമോൺ റിലീസ് ചെയ്യും. അത് നേരെ വന്നിട്ട് നമ്മുടെ അഡ്രിനൽ കോർട്ടെക്സിലെ ഞാൻ പറഞ്ഞില്ലേ സോണ ഫാസിക്കുലേറ്റയും സോണ റെറ്റിക്കുലാരിസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പം ഇവിടെ കോർട്ടിസോൾ സെക്രീറ്റ് ചെയ്യും, ഇവിടെ ആൻഡ്രജൻസും സെക്രീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ACTHന്റെ കൺട്രോളിലാണ് ഇത് രണ്ടും ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും കാര്യത്തിന് കോർട്ടിസോൾ എക്സസ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും? നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വഴി ACTHനെ പോയി ഇൻഹിബിറ്റ് ചെയ്തിട്ട് കോർട്ടിസോളിന്റെ ലെവൽ നോർമൽ ആക്കും. ഡൗട്ട് ഇല്ലല്ലോ? ഫിസിയോളജി ഇപ്പൊ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഈ പിക്ചറിൽ കാണിച്ചിരുന്നത്. CRH, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ACTH സെയിം കാര്യം തന്നെ. ഹൈപ്പോതലാമസ് CRH, ആന്റീരിയർ പിറ്റ്യൂട്ടറിന് ACTH, അഡ്രിനൽ കോർട്ടെക്സിന് കോർട്ടിസോൾ, ആൻഡ്രജൻസ് കുറച്ച് ചെറിയ റോളുള്ളൂ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന കുഷിംഗ് സിൻഡ്രോം. കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കോർട്ടിസോൾ എക്സസ് ആയിട്ട് കൂടുന്ന ഒരു കണ്ടീഷനാണ് കുഷിംഗ് സിൻഡ്രോം. അപ്പൊ നമ്മൾക്ക് എങ്ങനെയൊക്കെ കുഷിംഗ് സിൻഡ്രോം കൂടാം, കോസസ്. അപ്പൊ അത് പറയുവാണെങ്കിൽ ഒന്ന് നമുക്ക് പറയാം. എന്താ, പുറത്തുനിന്ന് നമ്മൾ ഒരുപാട് സ്റ്റിറോയിഡ് കൊടുത്താൽ കോർട്ടിസോളിന്റെ ലെവൽ കൂടിക്കൂടെ? ഹലോ, എക്സോജനസ് കോസാണ് സ്റ്റിറോയിഡ്. നമ്മൾ പ്രെഡ്നിസോൾ എന്നൊക്കെ ഒരുപാട് നാൾ കൊടുക്കുവാണെങ്കിൽ അവർക്ക് കുഷിംഗ് സിൻഡ്രോം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അതാണ് മോസ്റ്റ് കോമൺ കോസ്. വേൾഡ് വൈഡ് നോക്കുവാണെങ്കിൽ ഏറ്റവും കുഷിംഗ് സിൻഡ്രോമിന്റെ മോസ്റ്റ് കോമൺ കോസ് ഇസ് എക്സോജീനസ്. പുറത്തുനിന്ന് നമ്മൾ സ്റ്റിറോയിഡ് കൊടുക്കുന്നതന്നെയാണ് കുഷിംഗ് സിൻഡ്രോമിന്റെ മോസ്റ്റ് കോമൺ കോസ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഞാൻ സൈഡിൽ എഴുതിയേക്കുന്ന കാര്യം ഒന്ന് ഓർത്ത് വെച്ചോണം. ഇപ്പൊ നമ്മൾ സ്റ്റിറോയിഡ് കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ സ്റ്റിറോയിഡ് കൂടിയ എന്ത് സംഭവിക്കും? നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വഴി ACTH തിരിച്ച് ACTHൽ സിന്തസിസ് കുറയും. ഓക്കെ, ACTH കുറയുമെന്ന് ആലോചിച്ച് വെച്ചോണം. അത് ഓർത്ത് വെച്ചേക്കണേ. അടുത്ത ഇനി നമുക്ക് എൻഡോജിനസ് ട്യൂമർ. അപ്പം അഡ്രിനൽ ഗ്ലാൻഡിനാണല്ലോ റിലീസ് ചെയ്യുന്നത്. അപ്പം അഡ്രിനൽ ഗ്ലാൻഡിന്റെ എന്തെങ്കിലും ട്യൂമർ അഡിനോമ, അഡ്രിനൽ കാഴ്ചനോമ, അഡ്രിനൽ കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് അഡ്രിനൽ ട്യൂമേഴ്സ് ആയാലും ഇയാട്രോജൻ സ്റ്റിറോയിഡ്സ് ACTHന്റെ വാല്യൂ കുറവല്ലേ? അതിന് നമുക്ക് ACTH ഇൻഡിപെൻഡന്റ് കുഷിംഗ് സിൻഡ്രോം എന്ന് പറയാം. ACTHനെ ഡിപ്പെൻഡ് ചെയ്യാത്ത, അത് കൂടാത്തെന്ന് ആലോചിച്ചാൽ മതി. ഓർക്കാൻ വേണ്ടി കുറഞ്ഞിരിക്കുന്ന ആലോചിച്ചാലോ ACTH ഇൻഡിപെൻഡന്റ് കുഷിംഗ് സിൻഡ്രോം. ഓക്കെ, അടുത്താണ് പിറ്റ്യൂട്ടറി അഡിനോമ. നമുക്കറിയാം ACTH നോർമലി സിന്തസിസ് ചെയ്യുന്ന, ഇതിപ്പോ
പിറ്റ്യൂട്ടറി ആണ്, ആന്റി പിറ്റ്യൂട്ടറി ആണ്. ഇവിടെ നിന്നാണ് ACTH സിന്തസൈസ് ചെയ്യേണ്ടത്. പക്ഷേ ഈ പിറ്റ്യൂട്ടറിക്കകത്ത് ഒരു അഡിനോമ ഇരിപ്പുണ്ട്, പിറ്റ്യൂട്ടറി അഡിനോമ. അതിൽ നിന്നൂടെ ACTH സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതിനാണ് നമ്മൾ കുഷിങ്സ് ഡിസീസ് എന്ന് പറയുന്നത്. പിറ്റ്യൂട്ടറി അഡിനോമ വിച്ച് സെക്രീറ്റിംഗ് ACTH. ഓക്കെ, പിറ്റ്യൂട്ടറി അഡിനോമ സെക്രീറ്റിംഗ് ACTH-നെയാണ് നമ്മൾ കുഷിങ്സ് ഡിസീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം കുഷിങ് സിൻഡ്രോമിന്റെ ഒരു കോസ് ആണ് കുഷിങ് ഡിസീസ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ ചെയ്യുന്നുണ്ടോ പറഞ്ഞു. അപ്പൊ ഇവിടെ AC കൂടുതലാണ്. പിന്നെ എല്ലാ കണ്ടീഷനിലും പോലെ കോർട്ടിസോൾ കുഷിങ് സിൻഡ്രോം ആയതുകൊണ്ട് കോർട്ടിസോളും കൂടുതലാണ്. ഓക്കെ, അടുത്ത ഇനി വേറെ എവിടുന്ന് ACTH സിന്തസൈസ് ചെയ്യാം? നമ്മുടെ പിറ്റ്യൂട്ടറി അല്ലാതെ, അതാണ് എക്ടോപിക് ACTH സിൻഡ്രോം. അതായത് പിറ്റ്യൂട്ടറി അല്ലാതെ ബോഡിയുടെ വേറെ എവിടുന്നോ സിന്തസൈസ് ചെയ്യുന്നതാണ് എന്താണ് എക്ടോപിക് ACTH സിൻഡ്രോം. അതിനകത്ത് പറയുന്നത് നമ്മുടെ ലങ് ക്യാൻസർ പഠിപ്പിച്ച ഐഷാരിസ് പറഞ്ഞായിരുന്നു. സ്മോൾ സെൽ ലങ് ക്യാൻസറും അതേപോലെ ബ്രോങ്കിയൽ കാർസിനോമ അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ എന്തോ ഹോർമോൺസ് കുറെ ഹോർമോൺസ് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. ഓർമ്മ ഉണ്ടോ? ഏതൊക്കെ ഹോർമോൺസ് റിലീസ് എന്ന് പറഞ്ഞു അത് തന്നെ. എവിടുന്നോ എക്ടോപിക് ആയിട്ട് പിറ്റ്യൂട്ടറിന്ന് അറേസ് ചെയ്യുന്നതിന് പകരം എവിടുന്നോ അത് തന്നെ. അപ്പം കാഴ്സിനോമ ലങ് ട്യൂമർ, അതിലെ ന്യൂറോ എൻഡോക്രൈൻ ട്യൂമർ, ആ കണ്ടീഷൻസിലൊക്കെ ആ സ്ഥലത്ത് ആ ലങ് ക്യാൻസർ വന്ന സ്ഥലത്ത് ACTH ഒരുപാട് സെക്രീറ്റ്, ACTH-ന്റെ ആരോ ഒരുപാട് കൂട്ടിയിട്ടേക്കുന്ന ഓർത്ത് വെച്ചോണേ, ആവശ്യം വരും. അപ്പൊ അവിടെ ഒരുപാട് ACTH ഉണ്ടാകുന്നു, അതുപോലെ കോർട്ടിസോൾ ലെവലും കൂടുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഇയാട്രോജനിക് സ്റ്റീറോയിഡ് ആയാലും അഡ്രീനൽ ട്യൂമേഴ്സിലായാലും ACTH കുറവാണ്. അപ്പൊ അതിനെ രണ്ടിനെ നമുക്ക് എന്താ പറയാം? കുഷിങ് സിൻഡ്രോം. അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടന്റ് രണ്ട് കാര്യമാണ് കുഷിങ് ഡിസീസും എക്ടോപിക്കും. അപ്പൊ അത് രണ്ടിടത്ത് ACTH കൂടുമല്ലേ? അപ്പൊ അത് നമുക്ക് എന്താ പറയാ? ഡിപെൻഡന്റ് കുഷിങ് സിൻഡ്രോം. ഓക്കെ, തൽക്കാലം അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ടൈപ്സിലോട്ട് പറയാം. ടൈപ്സ് അപ്പൊ ഞാൻ പറഞ്ഞു ആയിട്ടുള്ള പിറ്റ്യൂട്ടറി അഡിനോമ അല്ലെങ്കിൽ കുഷിങ് ഡിസീസ്, പിന്നെ എക്ടോപിക് ACTH സിൻഡ്രോം. ACTH ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത് സ്റ്റീറോയിഡ്സും അഡ്രിനൽ ട്യൂമേഴ്സും. ഇനി ഒരു 3 MCQ പറയുവാണെങ്കിൽ മോസ്റ്റ് കോമൺ കോസ് ഓഫ് കുഷിങ് സിൻഡ്രോം ഞാൻ പറഞ്ഞു എന്തുവാ? ഡ്രഗ്സ് കൊടുക്കുന്ന എക്സോജനിക്. എൻഡോജീനസ് ആയിട്ട് മോസ്റ്റ് കോമൺ ആണ് പിറ്റ്യൂട്ടറി അഡിനോമ ഡിസീസ് ആണ്. പിന്നെ എക്ടോപിക് മോസ്റ്റ് കോമൺ കോസ് ആണ് സ്മോൾ സെൽ ലങ് ക്യാൻസർ. ഇതാണ് കോസ് വെച്ചിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ ഡിസീസും എക്ടോപിക് ACTH ഇൻഡിപെൻഡന്റ് സ്റ്റീറോയിഡ് കൊടുക്കുക അല്ലെങ്കിൽ അഡ്രിനലിന്റെ എന്തെങ്കിലും പ്രശ്നം. ഓക്കെ, നമ്മുടെ ഹലോ ഇപ്പൊ കേക്കാവോ? കേക്കാം. നേരത്തെ ഇപ്പോഴല്ലേ കട്ടായി? നേരത്തെ കട്ടായില്ല. ഇല്ല. ഓക്കെ, ഹലോ 80% പിറ്റ്യൂട്ടറി അഡിനോമയാണ് ഞാൻ പറഞ്ഞല്ലോ. കുഷിങ് ഡിസീസും എക്ടോപിക് ACTH ഡിപെൻഡന്റിനകത്ത്. ഇൻഡിപെൻഡന്റിനകത്ത് ഞാൻ 2 പറഞ്ഞ് അഡിനോമ കാഴ്സിനോമ. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ ബാക്കി പേരൂടെ പഠിച്ചു. പിന്നെ ഇത് ചുമ്മാ ഇതൊന്നും പഠിക്കാൻ. ഓക്കെ, ഇനി ജസ്റ്റ് 10 എപ്പിസോഡ് വേണ്ട, ഒന്ന് ഓർത്തിരിക്കാൻ. ക്ലിനിക്കൽ ഫീച്ചർ പറയുമ്പോൾ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറയുക. നമ്മുടെ കോർട്ടിസോൾ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഒക്കെ ഉണ്ടാകുമ്പോൾ റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ്. അപ്പൊ അതിന്റെ നോർമൽ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഒന്ന് ഗ്ലൂക്കോനിയോജനസിസ്. അപ്പൊ ആ വാക്കിയൊന്നുണ്ടാവും. ഇത് കോർട്ടിസോൾ ഒരുപാട് കൂടി എന്താ സംഭവിക്കും? ഹൈപ്പർഗ്ലൈസീമിയ. അപ്പൊ ഡയബറ്റിസ് ഒരു കാരണമായ ഡയബറ്റീസ് മെലിറ്റസ്. പിന്നെ കാറ്റബോളിസം, പ്രോട്ടീൻ കാറ്റബോളിസം, പ്രോട്ടീനെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ പ്രോക്സിമൽ മയോപ്പതി, കൈയും കാലൊക്കെ ഭയങ്കര തിന്നായിട്ടിരിക്കും. അതേപോലെ
സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ടയറോ, അത് കാരണം തിൻ സ്കിന്നും ഈസി ബ്രൂസിങ്, അതേപോലെ സ്ട്രൈ ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, എന്തെന്നെല്ലാം പറയാം. ഇതെല്ലാം പ്രോട്ടീൻ കാറ്റഗറീസും കാരണം ഉണ്ടാകുന്നത് ജസ്റ്റ് ആലോചിച്ചാൽ മതി. ഇന്ന് എക്സാമിന് എഴുതണ്ട കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുക. പിന്നെ ലൈപ്പോലൈസിസും റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫാറ്റ് ഒക്കെ നടന്നിട്ട് നമ്മുടെ സെൻട്രിപെറ്റൽ ഒബിസിറ്റി, പണ്ടോട്ട് പഠിക്കുന്ന ബഫല്ലോ ഹമ്പ്, മൂൺ ഫേഷ്യസ്, അതൊക്കെ ഈ ലൈപ്പോലൈസിസുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കുന്നത്. പിന്നെ ഈ പേഷ്യന്റ് നല്ല നല്ല വെയിറ്റ് ഗെയിൻ കാണും. ഓക്കെ, നല്ല വെയിറ്റ് ഗെയിൻ കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായിട്ട് അങ്ങനെ ഡയബറ്റിസ് മെൽറ്റസ് ഉണ്ടാവാം. ഓക്കെ, ഇപ്പോൾ ഡയബറ്റിസ് മെൽറ്റസ് ഉണ്ടാവും, വെയിറ്റ് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു, ഫാറ്റിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, ഇതുണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ എക്സസീവ് കോർട്ടിസോൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ചെറിയൊരു മിനറലോകോർട്ടിക്കോഡ് ആക്ഷൻ കൂടെ ഉണ്ട്. ഓക്കെ, മിനറലോകോർട്ടിക്കോഡ് ആക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആൽഡോസ്റ്റിറോണിന്റെ ചെറിയ ആക്ഷൻ ഉണ്ട്. അപ്പൊ ആൽഡോസ്റ്റിറോണിന്റെ ആക്ഷൻ പറയുകയാണെങ്കിൽ സോഡിയം എപ്പിത്തീലിയം സ്പോണ്ടിൽ ചാനൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ, ഈനാക് ചാനലിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് കിഡ്നി കൂടെ പുറത്തു പോകുന്ന സോഡിയം എല്ലാം തിരിച്ച് നമ്മുടെ ബോഡിയിലോട്ട് തിരിച്ചു കയറ്റും. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് കുറച്ച് പൊട്ടാസ്യവും കുറച്ച് H+ പോകും. പൊട്ടാസ്യം പോകുന്നതുകൊണ്ട് നമുക്ക് എന്താ പറയാം, ഹൈപ്പോകലീമിയ. ആൽക്കലോസിസ്. പൊട്ടാസ്യം പോകുന്നതുകൊണ്ട് ആൽക്കലോസിസ്. സോഡിയം നമ്മുടെ ബോഡി കൂടുന്നതുകൊണ്ട് ഹൈപ്പർനെട്രീമിയ. ഓക്കെ, അങ്ങനെ കുറെ കാര്യങ്ങൾ. ഹൈപ്പർനെട്രീമിയ, പൊട്ടാസ്യം പോകുന്നുണ്ട് ഹൈപ്പോകലീമിയ, അതിന് അസോസിയേറ്റഡ് ആയിട്ട് ഈ പിക്ചർ ഞാൻ ഇവിടെ ചെറുതായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഹൈപ്പർനെട്രീമിയ ഉണ്ടാവുന്നുണ്ട്, ഹൈപ്പോകലീമിയ, ആൽക്കലോസിസ്. ഇത് രണ്ടൊന്നും ഓർത്ത് വെച്ചിട്ടുണ്ട്. ഇത് കൂടുതലും കാണിക്കുന്നത് എക്ടോപിക് ACTH വരുമ്പോഴാണ് കേട്ടോ. അവരിലാണ് ഈ കുറച്ച് ഒരുപാട് എക്സസ് ആയിട്ട് മിനറലോകോർട്ടിക്കോഡ് ആക്ഷൻ കാണിക്കത്തുള്ളൂ. പിന്നെ അതേപോലെ ആൽഡോസ്റ്റിറോണിന്റെ വേറെ ആക്ഷൻ ആണ് പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ് ഒക്കെ കൂടിയിട്ട് നമ്മുടെ BP കൂട്ടും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കും. ഓക്കെ, ഇപ്പൊ ഡയബറ്റീസ് ഉണ്ടാക്കി, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കി, ഹൈപ്പോകലീമിക് ആൽക്കലോസ് ഉണ്ടാക്കി, ഹൈപ്പർനെട്രീമിയ ഉണ്ടാക്കി. പിന്നെ ഞാൻ പറഞ്ഞു എക്സസ് കോർട്ടിസോൾ അല്ല, നമ്മൾ ACTH കൂടുന്നതാണ്. ഞാൻ ഇവിടെ തെറ്റുണ്ട്. ACTH ഒരുപാട് കൂടിയ ഞാൻ പറഞ്ഞില്ലേ, ആൻഡ്രോജൻസിന്റെ ബോഡിയിൽ ഒരുപാട് കൂടാൻ ചാൻസ് ഉണ്ട്. ആൻഡ്രോജൻസിൽ ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെ ഉണ്ടാക്കും, ആക്നി ഉണ്ടാക്കും, വെയിറ്റ് ഗെയിൻ, ഹിർസ്യൂട്ടിസം, ഒലിഗോമെനോറിയ, ഇൻഫെർട്ടിലിറ്റി. ഒരു ഫീമെയിൽ പേഷ്യന്റ് ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ആദ്യം PCOD ഒക്കെ ആയിരിക്കും നമ്മൾ സസ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ PCODക്കും സെയിം ഫീച്ചറിനാണ് ആണെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ഫീമെയിൽ ആൻഡ്രോജൻ ഒക്കെ കൂടിയിട്ട് കോർട്ടിസോൾ കൂടുന്നോണ്ടല്ല കേട്ടോ ആൻഡ്രോജൻ കൂടുന്നത്. ഞാൻ വരച്ചൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ACTH എന്നാണല്ലോ ആൻഡ്രോജൻസ് ഒരുപാട് കൂടുതൽ. അപ്പൊ അത് കാരണം ഒക്കെ ഉണ്ടാവും. പിന്നെ ഒന്നാണ് നമ്മുടെ ബോഡിയിൽ ഞാൻ പറഞ്ഞല്ലോ ചില കണ്ടീഷനിൽ ACTH കൂടും, ചില കണ്ടീഷനിൽ ACTH കുറയുന്നു. ACTHന് നമ്മുടെ ഒരു സ്കിന്നിൽ പിഗ്മെന്റേഷൻ ഉണ്ടാക്കുന്ന മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ MSH, അതിന് ഒരു ആക്ഷൻ ഉണ്ട്. MSH ലൈക്ക് ആക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ പിഗ്മെന്റേഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളെ ACTH ഡിപ്പെൻഡന്റ് ട്യൂമറിനകത്ത് കുഷിംഗ് സിൻഡ്രോമിൽ പിഗ്മെന്റേഷൻ കണ്ടൂടെ, MSH ആക്ഷൻ ഉണ്ടായതുകൊണ്ട് അത് നിർബന്ധമില്ല. കുഷിംഗ് സിൻഡ്രോമിൽ AC ഡിപ്പെൻഡന്റും ആവാം ഇൻഡിപെൻഡന്റും ആവാമല്ലോ, അതുകൊണ്ട് നിർബന്ധമില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയുവാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ നമ്മുടെ കോർട്ടിസോളിന്റെ ലെവൽ നോർമലി നോക്കുവാണെങ്കിൽ രാവിലെ ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, രാവിലെ നോർമലി നമ്മുടെ എല്ലാവരും ബോഡിയിൽ കോർട്ടിസോളിന്റെ ലെവൽ നോക്കുകയാണെങ്കിൽ രാവിലെ ഭയങ്കര കൂടി മിഡ് നൈറ്റ് ഒക്കെ ആകുമ്പോൾ രാത്രിയിൽ ഭയങ്കര കുറവായിരിക്കും. ഓക്കെ, രാവിലെ കൂടുതലും രാത്രി കുറവായിരിക്കും. പക്ഷേ കുഷിംഗ് സിൻഡ്രോം കാണുന്ന പേഷ്യന്റിൽ കോർട്ടിസോളിന്റെ ലെവൽ എങ്ങനെ ആയിരിക്കും അറിയാം, എപ്പോഴും കൂടി നിൽക്കും. ഓക്കെ, എപ്പോഴും കൂടുതലായിരിക്കും. അപ്പൊ ആ ഡയണൽ വേരിയേഷൻ രാവിലെയും രാത്രി എന്നുള്ള ആ വേരിയേഷൻ കാണത്തില്ല, ലോസ് ഓഫ് ഡയണൽ വേരിയേഷൻ ഓഫ് കോർട്ടിസോളിന്റെ ലെവൽ. ഓക്കെ, ഒരു MCQ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലിനിക്കൽ സൈനീസ്, ക്ലിനിക്കൽ സിംറ്റം അല്ല, ക്ലിനിക്കൽ സൈനീസ് ലോസ് ഓഫ് ഡയണൽ വേരിയേഷൻ. ഓക്കെ, ഓർത്തിട്ട് ഞാൻ പറഞ്ഞാൽ മതി. അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞാണ് വേണ്ടേ, ഈ പിക്ചറിനകത്ത് കാണാവോ കോർട്ടിസോളിന്റെ ലെവല് കുഷിംഗ് സിൻഡ്രോമിൽ കൂടി നിൽക്കുന്നുണ്ടോ, ഡയണൽ വേരിയേഷൻ കാണിക്കുന്നില്ല. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ACTH ഒരുപാട് കൂടുവാണെങ്കിൽ നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാവും. എന്തുകൊണ്ടാ? മെക്കാനിസം സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ലൈക്ക് ആക്ഷൻ. ഓക്കെ, ഹൈപ്പർ ഇതുണ്ടോ, കൈ ഉണ്ടോ, ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടോ, ACTH കൂടുന്ന കണ്ടീഷനാണ്. ഇനി നമുക്ക് ഈ പത്തോഫിസിയോളജി വെച്ചിട്ട് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുവാണെങ്കിൽ ജസ്റ്റ് ഒരു പിക്ചർ വരച്ചിട്ട് ഇതേപോലെ വരച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഫാറ്റിന്റെ കാരണമായിട്ട് മൂൺ ഫേഷ്യസ്, ബഫല്ലോ ഹമ്പ്, സെൻട്രിപെറ്റൽ ഒബിസിറ്റി, വെയിറ്റ് ഗെയിൻ, പിന്നെ പ്രോട്ടീൻ കാറ്റബോളിസം കാരണം പ്രോക്സിമൽ മയോപ്പതി, കൈയും കാലൊക്കെ ഉണ്ടോ, തിൻ സ്കിൻ ആയിരിക്കും, ഈസി ബ്രൂസിംഗ് ആണ്, പർപ്പിൾ സ്ട്രൈ, നമ്മുടെ അബ്ഡോമിനിൽ പർപ്പിൾ സ്ട്രൈ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പം ചുമ്മാ ഒരു
ജസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു ലെമൺ ഓൺ എ സ്റ്റിക്ക് അപ്പിയറൻസ്, ഒരു സ്റ്റിക്കിന്റെ പുറത്ത് ലെമൺ വെച്ച പോലെ ഇരിക്കുന്നില്ലേ, ചുമ്മാ ഒരു അപ്പിയറൻസ് ആണ്, ടെക്സ്റ്റിലൊന്നും ഇല്ല. ലെമൺ ഓൺ എ സ്റ്റിക്ക് അപ്പിയറൻസ്. പിന്നെ അസോസിയേറ്റഡ് ഞാൻ നേരത്തെ പറഞ്ഞു ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, ഞാൻ പറഞ്ഞു ഡയബറ്റീസ് ഉണ്ടാവും എന്ന് പറഞ്ഞു, ഹൈപ്പർ നെട്രീമി ഉണ്ടാവും, ഹൈപ്പോകലീമിക് കാൽക്കുലോസ് ഉണ്ടാവും എന്ന് പറഞ്ഞു, ഹിർസുറ്റിസം, ഒലിഗോമെനോറിയ, ഹൈപ്പർ പിഗ്മെന്റേഷൻ. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് 2 MCQ ആണ്, വേണേ നോട്ട് ചെയ്ത് വെച്ചാൽ. ഫസ്റ്റ് മോസ്റ്റ് കോമൺ സിംറ്റം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ആണ്. പേഷ്യന്റ് പെട്ടെന്ന് അങ്ങ് തടിയും, ഭയങ്കര മെലിഞ്ഞിരിക്കുന്ന ആളായിരിക്കും, പെട്ടെന്ന് ഭയങ്കര തടിയും. അതാണ് ഫസ്റ്റ് ക്ലിനിക് മോസ്റ്റ് സിംറ്റം. നമ്മൾ സൈൻ നോക്കുവാണെങ്കിൽ ലോസ് ഓഫ് ഡയനൽ വേരിയേഷൻ ആയിരിക്കും. അപ്പൊ ഇതാണ് ഒരു പേഷ്യന്റിന്റെ പിക്ചർ. മൂൺ ഫേഷീസ്, അതേപോലെ ആക്നെ ഉണ്ടോ, ആക്നെ ഹിർസുറ്റിസം. ഓക്കെ, ഹലോ, ആക്നെ ഹിർസുറ്റിസം, സെൻട്രിപെറ്റൽ ഒബിസിറ്റി, പർപ്പിൾ സ്ട്രൈ, യെല്ലോ ഹംബ്, ഫേഷീസ്. ഓക്കെ, ഇതുണ്ട ഒരു കുഷിംഗ് സിൻഡ്രോം, നോർമൽ കുട്ടിയും കുഷിംഗ് സിൻഡ്രോം ഉള്ള ഒരു കുട്ടിയുടെ പിക്ചറാണ്. പെട്ടെന്ന് തടിക്കുന്ന, വെയിറ്റ് ഗെയിൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് കേട്ടോ. ഇത് സെൻട്രിപെറ്റൽ ഒബിസിറ്റി, അതേപോലെ മൂൺ ലൈക്ക് ഫേസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മള് പണ്ടൊട്ട് പഠിക്കുന്നതുകൊണ്ട് ഒരുപാട് പറയാനുണ്ടല്ലോ. ഇത് പർപ്പിൾ സ്ട്രൈ കേട്ടോ, ടെക്സ്റ്റ് ബുക്കിൽ പറയാൻ. അടുത്ത ഇൻവെസ്റ്റിഗേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കോസ് ഒന്ന് ഓർത്ത് വെച്ചേക്കണേ, ഡിപെൻഡന്റ് ഇൻഡിപെൻഡന്റ്. ആദ്യം നമുക്ക് പറയാം. ആദ്യം നമ്മൾ ഒരു പേഷ്യന്റ് ഭയങ്കര തടിച്ചു വരുന്നു, ഇതേപോലെ മുഖമൊക്കെ ഭയങ്കര വീർത്ത് നമ്മടുത്ത് വരിക, അപ്പൊ നമുക്ക് ആ പേഷ്യന്റിന് കുഷിംഗ് സിൻഡ്രോം ഉണ്ടോ എന്ന് നമുക്ക് ആദ്യം കൺഫേം ചെയ്യണം, ഇല്ലേ? സ്ക്രീൻ ചെയ്യാം. എസ്റ്റാബ്ലിഷ് ദ പ്രസൻസ് ഓഫ് കുഷിംഗ് സിൻഡ്രോം. ഓക്കെ, പേഷ്യന്റിന് കുഷിംഗ് സിൻഡ്രോം ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം ഉറപ്പിക്കുക, എന്നിട്ട് എന്തുകൊണ്ടാന്ന് കണ്ടുപിടിച്ചാൽ പോരെ. ആദ്യം കുഷിംഗ് സിൻഡ്രോം ഉണ്ടാവുന്ന കണ്ടുപിടിക്കുക, പിന്നെ കോസ് കണ്ടുപിടിക്കുക. അപ്പൊ ആ സ്ക്രീനിങ് ടെസ്റ്റ് ആദ്യം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള 3 ടെസ്റ്റ് ആണ്. ഇത് കൊളാട്രലിലും കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റിലും കൊടുത്തിട്ടുണ്ട്, എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ഇത് എഴുതിയേ പറ്റത്തുള്ളൂ. അപ്പം 24 hour യൂറിനറി കോർട്ടിസോൾ, ഞാൻ പറഞ്ഞു ബോഡിയിലെല്ലാം കോർട്ടിസോളിന്റെ ലെവൽ കൂടി നിൽക്കുക. അപ്പം യൂറിനറി കോർട്ടിസോൾ കൂടുതലായിരിക്കും, ഒന്ന്. രണ്ടാമത്തെ, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ സെറത്തിനോ സലൈവയെന്നോ കോർട്ടിസോളിന്റെ ലെവൽ രാത്രിയിൽ നോക്കുമ്പോൾ കൂടി നിൽക്കും. ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും കൂടി നിൽക്കുമെന്ന്, രാവിലെയും രാത്രിയൊന്നും ഇല്ല. ഓക്കെ, ആ ഡയൽ വേരിയേഷൻ ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും കൂടുതലായിരിക്കും. അപ്പം ഈ ഒന്ന് 2 കാര്യങ്ങൾ. അപ്പൊ മൂന്നാമത്തെയാണ് ഇമ്പോർട്ടന്റ് കാര്യം, ഓവർനൈറ്റ് ഡെക്സാമെത്തസോൺ സപ്രഷൻ ടെസ്റ്റ്, ONDST, ഓവർനൈറ്റ് ഡെക്സാമെത്തസോൺ സപ്രഷൻ ടെസ്റ്റ്. അപ്പം അല്ലെങ്കിൽ വേറെ ചെയ്യാവുന്നതാണ് ലോ ഡോസ് ഡെക്സാമെത്തസോൺ സപ്രഷൻ ടെസ്റ്റ്. രണ്ടും എന്തോന്ന് ഞാൻ പറയാം. ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് ഓഫ് കുഷിംഗ് സിൻഡ്രോം എന്തോന്ന് ചോദിച്ചാൽ അത് ലോ ഡോസ് ആണ് കേട്ടോ. പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ആദ്യം ഇതായിരിക്കും ആദ്യം ചെയ്ത് നോക്കുന്നത്, ഓവർനൈറ്റ് ഡെക്സാമെത്തസോൺ സപ്രഷൻ ടെസ്റ്റ് ആയിരിക്കും ആദ്യം ചെയ്ത് നോക്കുന്നത്. ഈ 3 കാര്യങ്ങളിൽ 2 ഉണ്ടെങ്കിൽ നമുക്ക് കുഷിംഗ് സിൻഡ്രോം ഉണ്ടെന്ന് അനുമാനിക്കാം. ഓക്കെ, ഈ 3 2 പോസിറ്റീവായ സ്ക്രീൻ ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ഇനി ഈ ഓവർനൈറ്റ് ഡെക്സാമെത്തസോൺ സപ്രഷൻ ടെസ്റ്റും ലോ ഡോസ് സപ്രഷൻ ടെസ്റ്റും. ഹലോ, സ്പീഡ് ഉണ്ടോ? ഓക്കെ, അപ്പൊ ഓവർനൈറ്റ് ഡെക്സാമെത്തസോൺ സപ്രഷൻ ടെസ്റ്റ് പേര് തന്നെ ഉണ്ട്. നമ്മൾ രാത്രി 11 മണിയായപ്പോ പേഷ്യന്റിന് 1 milligram ഡെക്സാമെത്തസോൺ ഓറലി കൊടുത്തു. ഓക്കെ, ഓറലി കൊടുത്തു. എന്നിട്ട് നമ്മൾ പേഷ്യന്റിനെ സെറം കോർട്ടിസോൾ രാവിലെ 9 മണിക്ക് ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പം നോർമലി എന്തോ സംഭവിക്കുന്നു ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ സ്റ്റിറോയിഡ് പുറത്തുനിന്ന് കൊടുക്കുമല്ലേ, അപ്പം നെഗറ്റീവ് ഫീഡ് മെക്കാനിസം വഴി കോർട്ടിസോളിന്റെ ലെവലിന് തിരിച്ച് നോർമൽ ആവണ്ടല്ലേ രാവിലെ ആവുമ്പോഴത്തേക്ക്. നെഗറ്റീവ് ഫീഡ് മെക്കാനിസം ഒക്കെ നടന്നിട്ട് ഈ സ്റ്റിറോയിഡ് കൂടിയ തിരിച്ച് നോർമൽ ആവണം രാവിലെ ആവുമ്പോഴത്തേക്ക്. ഓക്കെ, പക്ഷെ കുഷിംഗ് സിൻഡ്രോമിനകത്ത് കുറെ കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ കോർട്ടിസോളിന്റെ ലെവൽ നല്ല കൂടി നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും അപ്പം ആദ്യം നോർമൽ പറയുവാണെങ്കിൽ ഡെക്സാമെത്തസോണിനെ സപ്രസ് ചെയ്തില്ലേ, ഇത് സപ്രഷൻ. അപ്പൊ ഇത് പോസിറ്റീവ് എന്ന് പറയാം. ഒന്നില്ല വിട്ടുള്ള നമ്മൾ ഡെക്സാമെത്തസോൺ കൊടുത്തത് കാരണം കോർട്ടിസോണിന്റെ ലെവൽ തിരിച്ച് നോർമലായി, സപ്രസ് ആയി. ഓക്കെ, ഇവിടെ സപ്രസ്ഡ് ആയി. നോർമലി നമ്മുടെ ബോഡിയിലെല്ലാം സപ്രസ്ഡ് ആവും. നമുക്ക് നെഗറ്റീവ് ഫീഡ് മെക്കാനിസം ഉണ്ടായതല്ല, സപ്രസ്ഡ് ആവും. പക്ഷെ മറ്റെടുത്ത് കോർട്ടിസോണിന്റെ ലെവൽ ഭയങ്കര നല്ല കൂടി നിൽക്കുകയാണ്. സാധാ നമ്മൾ ഒരു ഡെക്സാമെത്തസോൺ കൊടുത്ത ഒരു ടാബ്ലറ്റ് കൊടുത്തെന്ന് പറഞ്ഞാൽ ഒരിക്കലും കോർട്ടിസോണിന്റെ ലെവൽ തിരിച്ച് നോർമൽ ആവത്തില്ല, എപ്പോഴും കൂടി തന്നെ നിൽക്കും. അങ്ങനെ നമുക്ക് ഓവർനൈറ്റ് ഡെക്സാമെത്തസോൺ സപ്രഷൻ ടെസ്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, സപ്രസ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ ഫെയിൽഡ് ടു സപ്രസ് ഇൻ കുഷിംഗ് സിൻഡ്രോം പേഷ്യന്റ്. കുഷിംഗ് സിൻഡ്രോം ഉണ്ടെങ്കിൽ കോർട്ടിസോൾ ലെവൽ കൂടി നിൽക്കുമെന്ന് ആലോചിച്ചാൽ മതി. പിന്നെ നമ്മൾ കൺഫർമേറ്റീവ് ടെസ്റ്റ് ആണ് ലോ ഡോസ് ഡെക്സാമെത്തസോൺ സപ്രഷൻ ടെസ്റ്റ്. മറ്റേ 1 mg ഓറലി കൊടുക്കുന്നല്ലേ പറഞ്ഞത്,
ഇത് 0.5 mg IV ആയിട്ട് 6 മണിക്കൂർ ഇടവിട്ടിട്ട് ഈ വാല്യൂ പഠിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. 2 ദിവസം കൊടുക്കും. ഒന്നുമില്ല, ഡെക്സാമെഥസോൺ കൊടുത്തെന്ന് ആലോചിക്കും IV. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സെറം കോർട്ടിസോൾ ചെക്ക് ചെയ്യുമ്പോൾ പിന്നെയും തിരിച്ച് ഞാൻ പറഞ്ഞ പോലെ നോർമൽ ആവുകയാണെങ്കിൽ കുഷിംഗ് സിൻഡ്രോം ഇല്ല, കൂടി നിൽക്കുവാണെങ്കിൽ കുഷിംഗ് സിൻഡ്രോം ഉണ്ട്. അത്ര പോലെ ആലോചിച്ച് വെക്കാല്ല. ഹലോ, ഓക്കെ. കോർട്ടിസോൾ കൂടി നിൽക്കുവാണെങ്കിൽ കുഷിംഗ് സിൻഡ്രോം ഉണ്ട്. ഓക്കെ, നമ്മൾ നോർമലുള്ള ആൾക്കാരിലാണെങ്കിൽ തിരിച്ച് നോർമൽ ആവും കോർട്ടിസോളിന്റെ ലെവൽ ബോഡിയിൽ. ഓക്കെ, കോർട്ടിസോളിന്റെ ലെവൽ കൂടി നിൽക്കുവാണെങ്കിൽ സിൻഡ്രോം ഉണ്ട്. അപ്പൊ നമുക്ക് കുഷിംഗ് സിൻഡ്രോം ഉണ്ടെന്ന് നമ്മൾ സ്ക്രീൻ ചെയ്തു. ഇനി നമുക്ക് അതിന്റെ കോസ് കണ്ടുപിടിക്കണ്ടായ നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ കോസ് ഉണ്ടല്ലോ, അഡ്രിനലിന്റെ ആണോ, പിറ്റ്യൂട്ടറി ആണോ, അല്ലെങ്കിൽ വേറെ എന്തോ എക്ടോപിക് ആണോ നമുക്ക് കണ്ടുപിടിക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ടു ഡിറ്റർമിൻ ദ കോസ്. അപ്പം കോസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് സെറം ACTH ലെവലിൽ ചെക്ക് ചെയ്യും. മറ്റേടത്ത് കോർട്ടിസോൾ അല്ലേ ചെക്ക് ചെയ്തേ. നമ്മൾ സെറം ACTH കൂടി നിൽക്കുവാണെങ്കിൽ ആദ്യം കുറഞ്ഞ പറയാം. ഓക്കെ, സെറം ACTH നോർമൽ ആണെങ്കിൽ ഞാൻ എന്തോ ഡിക്രീസ്ഡ് അല്ലെങ്കിൽ നോർമൽ ആണെങ്കിൽ എന്തോന്നാ ഞാൻ പറഞ്ഞത്? കൂടി നിൽക്കുവാണെങ്കിൽ ACTH ഡിപ്പെൻഡന്റ് കുഷിംഗ് സിൻഡ്രോം. ഡൗട്ട് ഇല്ലല്ലോ. നമ്മൾ എന്തോ കോസ് കണ്ടുപിടിക്കാൻ പോവാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇൻഡിപെൻഡന്റ് ആണ്. ഇനി ആദ്യം നമുക്ക് ഇൻഡിപെൻഡന്റ് ഡിസ്കസ് ചെയ്യാം. ഇൻഡിപെൻഡന്റ് പറയുവാണെങ്കിൽ മോസ്റ്റ് കോമൺ കോസ് ഞാൻ പറഞ്ഞു ഇയട്രോയിൻ സ്റ്റീറോയിഡ്. അത് നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ നേരത്തെ കിട്ടും. ഓക്കെ, ഡ്രഗ് ഹിസ്റ്ററി ചോദിച്ചാൽ കട്ടാവുന്നുണ്ടോ? ഡ്രഗ് ഹിസ്റ്ററി ചോദിച്ചാൽ സ്റ്റീറോയിഡ് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാമല്ലോ. പിന്നെ ഉള്ള അഡ്രിനൽ ട്യൂമേഴ്സ്. അഡ്രിനൽ ട്യൂമേഴ്സ് നമുക്ക് എന്ത് ചെയ്ത് നോക്കിയാൽ മതി? CT അബ്ഡോമൻ. അപ്പൊ അഡ്രിനൽ ട്യൂമർ വല്ലതും ഉണ്ടോ നമുക്ക് കൺഫേം. അങ്ങനെ കോസ് കണ്ടുപിടിക്കാം. കുഷിംഗ് സിൻഡ്രോം ഉള്ള പേഷ്യന്റിന്റെ കോസ് നമ്മൾ ACTH ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചു. അടുത്താണ് ഇമ്പോർട്ടന്റ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള, അതായത് നമ്മൾ ACTH നോക്കിയപ്പോൾ കൂടി നിൽക്കുക പേഷ്യന്റിന്റെ. ഓക്കെ, ഹലോ, ACTH ഡിപ്പെൻഡന്റ് കുഷിംഗ് സിൻഡ്രോം ആണെങ്കിൽ കൂടി നിൽക്കുവാണ്, ഇൻക്രീസ് ആയിട്ട് നിൽക്കുവാണ്. അപ്പൊ അതിന്റെ കോസ് നമ്മൾ എന്തൊക്കെയാ? മെയിൻ 2 കോസ് എന്തൊക്കെയാ മറക്കാൻ പാടില്ല ഡിപ്പെൻഡന്റ്? പിറ്റ്യൂട്ടറി അഡിനോമ എക്ടോപിക് ACTH. അഡിനോമയും എക്ടോപിക് ACTH ഉണ്ടാകുന്ന 2 കോസ് ആണ്. ആദ്യത്തെ പറഞ്ഞത് കുഷിംഗ് ഡിസീസ് ഇല്ലേ, പിറ്റ്യൂട്ടറി അഡിനോമയാണ് കുഷിംഗ് ഡിസീസും എക്ടോപിക് ACTH നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം എക്ടോപിക് ACTH എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വേറെ ലങ് ക്യാൻസറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ന്യൂറോ എൻഡോക്രൈൻ ട്യൂമറോ അല്ലെങ്കിൽ ഒരു ബ്രോങ്കിയൽ കാഴ്സിനോയിഡ് ട്യൂമറോ അങ്ങനെ എന്തെങ്കിലും കോസ് അല്ലേ. അപ്പൊ അത് നമുക്ക് CT ചെസ്റ്റോ CT അബ്ഡമൻ ചെയ്ത് നോക്കിയാൽ ആ കോസ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഒന്ന്. ഇനി ഞാൻ മറ്റേ കോസ് എന്ത് പറഞ്ഞ പിറ്റ്യൂട്ടറി അഡിനോമ സെക്രീറ്റിംഗ് ACTH അല്ലേ. പിറ്റ്യൂട്ടറി അഡിനോമ അതായത് കുഷിംഗ് ഡിസീസ്. അത് നമുക്ക് MRI എടുത്ത് നോക്കിയാൽ ലാർജ് അഡിനോമ എല്ലാം നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് MRI ഹെഡോ CT ചെസ്റ്റ് അബ്ഡമനിൽ നിന്നോ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. അടുത്ത രണ്ട് കാര്യമാണ് ഇൻഫീരിയർ പെട്രോസൽ സൈനസ് സാമ്പിളിംഗ്. ഇൻഫീരിയർ പെട്രോസൽ സൈനസ് സാമ്പിളിംഗ് അതിനെപ്പറ്റി ഞാൻ പറയണോ അതോ രജിസ്റ്റർ റേഷ്യോ കൂടും കുറയുമെന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? പറയട്ടെ, മനസ്സിലായില്ലേ? വിട്ടുകളാം. ഓക്കെ, അപ്പം നമ്മള് ആദ്യം ഞാൻ ഒരു കാര്യം പറഞ്ഞു നോക്കും. എക്ടോപിക് ACTH ഭയങ്കര കൂടുതലായിരിക്കത്തില്ലേ എപ്പോഴും? ഞാൻ നേരത്തെ പറഞ്ഞു പിറ്റ്യൂട്ടറി അഡിനോമയെക്കാട്ടിയും കൂടുതൽ എക്ടോപിക് ACTH നല്ല കൂടുതലായിരിക്കും ഇല്ലേ. അപ്പൊ നമ്മുടെ പെരിഫറൽ വെയിൻ, PV എന്ന് എഴുതിയേക്കുന്ന പെരിഫറൽ വെയിൻ ആണ്. പെരിഫറൽ വെയിനിൽ എപ്പോഴും നോക്കി ഏതായിരിക്കും കൂടി നിൽക്കുന്നത്? ACTH കൂടി നിൽക്കുന്നത് ഏതായിരിക്കും? പിറ്റ്യൂട്ടറി അഡിനോമയിലാണോ എക്ടോപിക് ACTH-ലാണോ? പെരിഫറൽ വെയിനിൽ ACTH കൂടി ACTH-ലാണല്ലോ. മറ്റേത് വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞിരിക്കുന്നത് വെച്ചാൽ മറ്റേത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ആയിരിക്കും കൂടുതൽ. ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. ഇനി നമ്മുടെ പെട്രോസൽ സൈനസ് എന്ന് വെച്ചാൽ നമ്മുടെ പിക്ചർ കാണാമോ? നമ്മൾ പണ്ട് കാവർണ സൈനസ് പഠിച്ചപ്പോൾ അതിന്റെ ട്രിബ്യൂട്ടറി ആയിട്ട് നമ്മൾ ഇൻഫീരിയർ പെട്രോസൽ സൈനസ് സുപ്പീരിയർ പെട്രോസൽ സൈനസ് എന്നൊക്കെ പഠിച്ചില്ലായിരുന്നു? അപ്പൊ ഈ ഇൻഫീരിയർ പെട്രോസൽ സൈനസ് എന്ന് പറഞ്ഞ കേൾക്കുന്നുണ്ടല്ലോ? ഇൻഫീരിയർ പെട്രോസൽ സൈനസ് എന്ന് പറഞ്ഞ ഒരു വെയിൻ ഉണ്ടല്ലോ, അത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ അടുത്ത് തന്നെയല്ലേ ഇരിക്കുന്നേ. അപ്പൊ പിറ്റ്യൂട്ടറിയിൽ ഒരു അഡിനോമ ഉണ്ടാവുന്ന സമയത്ത് പിറ്റ്യൂട്ടറിന്ന് ACTH സെക്രീറ്റ് ചെയ്യുമല്ലോ. അത് ഇൻഫീരിയർ പെട്രോസൽ സൈനസിൽ കൂടുതലാണെങ്കിൽ എക്ടോപിക് ACTH ആയിരിക്കും, പിറ്റ്യൂട്ടറി അഡിനോമ ആയിരിക്കും? എടാ, ഞാൻ പറഞ്ഞത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. പെട്രോസൽ സൈനസ് അല്ലേ എക്ടോപിക് ACTH എന്ന് വെച്ചാൽ എവിടെ ഇരിക്കുന്നത്? വല്ല ലങ്സിലോ അല്ലെങ്കിൽ മീൻസ്
തൊറാക്സിലും അബ്ഡോമിനിലും ഒക്കെ ഇരിക്കുന്ന ക്യാൻസർ അല്ലേ. ഇത് നമ്മുടെ ഹെഡ് ആൻഡ് നെക്കിനകത്ത് പിറ്റ്യൂട്ടറിയുടെ അടുത്തിരിക്കുന്ന ആണല്ലോ പെട്രോസൽ സൈനസ്. അപ്പൊ പിറ്റ്യൂട്ടറിന്ന് ഒരു ACTH എപ്പോഴും സെക്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ACTH പെട്രോസൽ സൈനസിൽ നമ്മൾ സാമ്പിൾ എടുത്ത് പെട്രോസൽ സൈനസിൽ നിന്ന് ACTHന്റെ വാല്യൂ നോക്കി നല്ല കൂടി നിൽക്കുവാണെങ്കിൽ അത് പിറ്റ്യൂട്ടറി അഡിനോമയാണോ എക്ടോപിക് ACTH ആണോ സിൻഡ്രോം ആണോ, അത്രേ ഉള്ളൂ. അത് വെച്ച് നമുക്ക് പറഞ്ഞുതരാം. ഒന്നുമില്ല, നമ്മള് IPSS ഇൻഫീരിയർ പെട്രോസൽ സൈനസ് സാമ്പിൾ, ഇൻഫീരിയർ പെട്രോസൽ സൈനസിൽ നിന്ന് നമ്മൾ സാമ്പിൾ എടുക്കും ACTHന്റെ. നമ്മൾ ആദ്യം ഒരു കോർട്ടിക്കോട്രോഫിൻ റിലീസിങ് ഹോർമോൺ പേഷ്യന്റിനെ ദേഹത്തോട്ട് ഇഞ്ചെക്ട് ചെയ്യുകയോ എന്തോ ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു എന്തായാലും. അപ്പൊ ACTH ബോഡി കൂടുമല്ലോ. എന്നിട്ട് നമ്മൾ പെട്രോസൽ സൈനസിൽ നിന്നും ACTHന്റെ വാല്യൂ നോക്കും, പെരിഫറൽ വെയിനിൽ നിന്നും വാല്യൂ നോക്കും. ഓക്കെ, അപ്പൊ നമുക്കറിയാം പെരിഫറൽ വെയിനിൽ ACTH കൂടുതലായിരിക്കും എന്നറിയാം. ഓക്കെ, അതേപോലെ ഇവിടെ പെട്രോസൽ സൈനസിൽ കൂടുതലാണെങ്കിൽ അത് പിറ്റ്യൂട്ടറി അഡിനോമയാണ്. കാരണം പിറ്റ്യൂട്ടറിക്ക് അടുത്തല്ലേ ഇരിക്കുന്ന ACTH. ഇൻഫീരിയർ പെട്രോസൽ സൈനസ് ഞാൻ പറഞ്ഞ കൊള്ളാക്കുക. അപ്പൊ നമ്മൾ ഇതിന്റെ റേഷ്യോ നോക്കുവാണെങ്കിൽ റേഷ്യോ കൂടുന്ന മീൻസ് ഇറ്റ് ഈസ് പിറ്റ്യൂട്ടറി അഡിനോമ, റേഷ്യോ കുറേ മീൻസ് എക്ടോപിക് ACTH. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഇത് മാത്രം എഴുതി വെച്ചാൽ കുഴപ്പമില്ല, ഇതൊന്നും വലുതായിട്ട് വേണമെന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ MRI ഹെഡ് എടുത്ത് നോക്കി, അല്ലെങ്കിൽ CT ചെസ്റ്റ് എടുത്ത് നോക്കി എക്ടോപിക് ACTH എന്ന് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി അഡിനോമ കണ്ടുപിടിക്കാൻ. പിന്നെ IPSS ചെയ്തു. റേഷ്യോ കൂടുവാണെങ്കിൽ ഇതാണെങ്കിൽ, റേഷ്യോ കുറവാണെങ്കിൽ ഇതിന്റെ വാല്യൂ ഒക്കെ ടെക്സ്റ്റിൽ തന്നേക്കുന്നത്, തൽക്കാലം നമുക്ക് വേണ്ട. റേഷ്യോ കുറവാണെങ്കിൽ എക്ടോപിക് ACTH ഉണ്ടാവുന്ന ഇതായിരിക്കും. അടുത്താണ് ഇമ്പോർട്ടന്റ്, ഹൈ ഡോസ് ഡെക്സാമെഥസോൺ സപ്രഷൻ ടെസ്റ്റ്. നമ്മൾ നേരത്തെ ലോ ഡോസ് ഡെക്സാമെഥസോൺ സപ്രഷൻ ടെസ്റ്റ് പറഞ്ഞു. ഹൈ ഡോസ് ഡെക്സാമെഥസോൺ സപ്രഷൻ ടെസ്റ്റ് ഇത് ഞാൻ ജസ്റ്റ് ഇത് നമ്മുടെ ബോഡിയാണെന്ന് വിചാരിച്ചു. എനിക്ക് വേറെ കളറൊന്നും കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ പിറ്റ്യൂട്ടറിന്ന് ACTH പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇവിടെ ലങ് ക്യാൻസറിൽ നിന്ന് ACTH പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമ്മൾ ബോഡിയിലോട്ട് ഡെക്സാമെഥസോൺ ഇഞ്ചെക്ട് കൊടുത്തെന്ന് വിചാരിച്ചോ ഹൈ ഡോസിൽ. ഓക്കെ, ലോ ഡോസ് കൊടുത്തപ്പോൾ നേരത്തെ ഇത് രണ്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല, അവർ കൂടി തന്നെ നിന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു ലോ ഡോസിൽ കൊടുത്തപ്പോൾ. നമ്മൾ നല്ല ഹൈ ഡോസിൽ ഡെക്സാമെഥസോൺ കൊടുത്താൽ അറ്റ്ലീസ്റ്റ് നെഗറ്റീവ് ഫീഡ് മെക്കാനിസം നടക്കണമല്ലോ. നടക്കുവാണെങ്കിൽ കുറച്ചെങ്കിലും കുറയാൻ ചാൻസ് ഉള്ള ഏതായിരിക്കും? നേരെ പോയി ആക്ടിവിറ്റി എവിടെ ആയിരിക്കും? പിറ്റ്യൂട്ടറി അഡിനോമയിലല്ലേ നെഗറ്റീവ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ പോയല്ലേ നെഗറ്റീവ് ഫീഡ് മെക്കാനിസം നടക്കുന്നത്. അപ്പൊ പിറ്റ്യൂട്ടറി എക്ടോപിക് ACTH കുറയാൻ ചാൻസ് ഇല്ലേ? ഹൈ ഡോസിൽ കൊടുത്താൽ, ലോ ഡോസിൽ കൊടുത്താൽ കുറയത്തില്ല. നേരത്തെ ഞാൻ പറഞ്ഞു, നല്ല ഹൈ ഡോസിൽ നമ്മൾ ഡെക്സാമെഥസോൺ കൊടുത്താൽ അത് കാരണം നെഗറ്റീവ് ഫീഡ് മെക്കാനിസം വഴി ഇപ്പം പിറ്റ്യൂട്ടറിയിൽ നിന്നുണ്ടാവുന്ന ട്യൂമർ ആണെങ്കിലും അത് പിറ്റ്യൂട്ടറി തന്നെ ആണല്ലോ, മറ്റേ എക്ടോപിക് ACTH വേറെ എവിടെ ആണല്ലോ ഇരിക്കുന്നത്, അങ്ങോട്ട് നെഗറ്റീവ് ഫീഡ് മെക്കാനിസം നടക്കത്തില്ല. മനസ്സിലായോ? പിറ്റ്യൂട്ടറി അഡിനോമ ഉണ്ടെങ്കിൽ ഹൈ ഡോസിൽ മാത്രം കൊടുത്താൽ ചിലപ്പം കോർട്ടിസോളിന്റെ ലെവൽ 50% സപ്രസ്ഡ് ആവും. കോർട്ടിസോളിന്റെ ലെവൽ കുറയുമെന്ന് അന്ന് ഞാൻ പറഞ്ഞു. ലോ ഡോസ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഏത് ട്യൂമർ ആയിരുന്നപ്പോഴും കൂടിയാണ് നിന്ന്, കോർട്ടിസോൾ എപ്പോഴും കൂടി തന്നെ നിൽക്കും. പക്ഷെ ഹൈ ഡോസിൽ കൊടുത്താൽ എക്ടോപിക് ACTH നോക്കുന്ന കമ്പയർ ചെയ്യുവാണെങ്കിൽ പിറ്റ്യൂട്ടറി അല്ലേ കുറച്ചെങ്കിലും ഫിസിയോളജി അപ്ലൈ ചെയ്യാൻ ചാൻസ് ഉള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അത് പോസിറ്റീവ് കാണിക്കുമെന്ന്, സപ്രസ്ഡ് ആയി. മറ്റേ എക്ടോപിക് ACTH ആണെങ്കിൽ നമ്മൾ എത്ര ഡെക്സാമെഥസോൺ വെച്ച് കൊടുത്താലും കുറയത്തില്ല. മനസ്സിലായി? അൺചേഞ്ച്ഡ് ആയിരിക്കും. അത് ലങ് ക്യാൻസറിൽ നിന്ന് ഇങ്ങനെ ACTH ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങോട്ട് നെഗറ്റീവ് ഫീഡ് മെക്കാനിസം നടക്കത്തില്ല. അപ്പം അത്രേ ഉള്ളൂ. അങ്ങനെ നമുക്ക് കോസ് കണ്ടുപിടിക്കാം, പിറ്റ്യൂട്ടറി അഡിനോമ എക്ടോപിക് ACTH ആണോ എന്ന്. ഈ ടേബിളാണ് നമ്മുടെ ടെക്സ്റ്റ് തന്നേക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, ബാക്കി അടുത്ത ലിങ്കിൽ എടുക്കാം. ഇനി കുറച്ചുള്ളൂ, 5 മിനിറ്റ് 10 മിനിറ്റ് മതി.